അപ്പോൾ നമുക്ക് അടുത്തത് എടുക്കാനുള്ളത് വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അപ്പോൾ നമ്മൾ അടുത്ത സിലബസിൽ വരുന്നത് വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അല്ലേ. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ ത്രൂ വയേഴ്സ്, optical fibers or optical links so that various devices can interact with each other through a network. ഇപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ഈസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, കുറേ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുക വിത്ത് ഈച്ച് അതർ ത്രൂ വയേഴ്സ്, വയറിലാവാം, വയേഴ്സ് യൂസ് ചെയ്തിട്ടാവാം, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആവാം, അല്ലെ ഒപ്റ്റിക്കൽ ലിങ്ക്, സോ ദാറ്റ് വേരിയസ് ഡിവൈസ് ക്യാൻ ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ ത്രൂ എ നെറ്റ്വർക്ക്. ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ട് കുറേ സിസ്റ്റംസ്, അപ്പോൾ അതിനെ എന്ത് പറയാം? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയാം. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ ത്രൂ വയേഴ്സ്, optical fibers or optical links. The aim of computer network is the sharing of resource among various devices. ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? റിസോഴ്സിനെ ഷെയർ ചെയ്യാം. ഇപ്പം നമുക്കൊരു പ്രിൻ്റർ ഉണ്ട്, ഒരു സിസ്റ്റത്തിലേ പ്രിൻ്റർ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ കമ്പ്യൂട്ടർ ലാബിൽ ഇപ്പോൾ കുറേ സിസ്റ്റംസ് ഉണ്ട്, അത് എന്ത് ചെയ്യണം? ഈ പ്രിൻ്ററിനെ ഷെയർ ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിസ്റ്റമായിട്ട് കണക്ട് ചെയ്ത് ആ സിസ്റ്റത്തിൽ വന്നിട്ട് തന്നെ നമുക്ക് പ്രിൻ്റ് എടുക്കണ്ടേ? പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ എന്താവും? നമുക്ക് റിസോഴ്സിനെ ഷെയർ ചെയ്യാം. ഈ പ്രിൻ്ററിനെ വേണമെങ്കിൽ ഷെയർ ചെയ്യാം, സ്കാനറിനെ ഷെയർ ചെയ്യാം. ആ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സിസ്റ്റത്തെ, ഈ കമ്പോണൻസിനെയൊക്കെ, ഡിവൈസിനെയൊക്കെ ഷെയർ ചെയ്യാം. അതാണ് ദി എയിം ഓഫ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് ടു ഷെയറിങ് ഓഫ് റിസോഴ്സ് എമംഗ് വേരിയസ് ഡിവൈസസ്. വേരിയസ് ഡിവൈസസിനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. In the case of a computer network technology, there are several type of networks that vary from simple to complex level. കുറേ ടൈപ്പ് നെറ്റ്വർക്ക്സ് ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. കേസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ടെക്നോളജി there are several type of networks that vary from simple to complex level. വേരിയസ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്കും ടോപ്പോളജി എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ പഠിക്കാനുണ്ട്. സ്റ്റാർ ടോപ്പോളജി, മെഷ് ടോപ്പോളജി, അതൊന്നും നിങ്ങൾക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. ഇപ്പോൾ ജസ്റ്റ് എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ group of computers connected through a through wires or optical fiber etc. പിന്നെ എന്തിനാ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്? റിസോഴ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ വരുന്നതാണ് ഒന്ന്, ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറയും. നാഷണൽ ഇൻ്റർഫേസ് കാർഡ് അല്ല, നാഷണൽ ഇൻ്റർഫേസ് കാർഡ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറയും. പിന്നെ ഒരു ഹബ്ബ് എന്ന് പറയുന്ന സംഭവമുണ്ട്. പിന്നെ സ്വിച്ചസ്, മോഡം, റൂട്ടർ, കേബിൾസ് ആൻഡ് ഇതാണ് മെയിൻ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, ഹബ്ബ്, സ്വിച്ചസ്, മോഡം, റൂട്ടർ, കേബിൾസ് ആൻഡ് കണക്ടേഴ്സ്. ഇതാണ് ഈ നാഷണൽ ഇൻ്റർഫേസ് കാർഡിന് പകരം നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് എഴുതണേ. അതിനെഴുതി തെറ്റിപ്പോയി. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, ഹബ്ബ്, പിന്നെ സ്വിച്ചസ്, modem, router, cables and connectors. These are the components of a computer network. Our major component of network interface card. Network interface card എന്ന് പറഞ്ഞാൽ NIC is a device that helps to computer to communicate with another device. The network interface card contain a hardware address. The data link layer protocol uses this address to identify the system on the network so that it transfer the data to correct destination. NIC എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? നെറ്റ്വർക്ക് ഇൻ്റർഫേസിങ് കാർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിസ്റ്റത്തിൻ്റെ മദർ ബോർഡിൽ ഫിറ്റ് ചെയ്യണം നെറ്റ് കിട്ടണമെങ്കിൽ അല്ലേ. അപ്പോൾ അതിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻ ഹാർഡ്വെയർ അഡ്രസ്സ്. ഓരോ ഹാർഡ്വെയറിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. നമ്മളെ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന ഹാർഡ്വെയറിൻ്റെ അഡ്രസ്സ്. ഡാറ്റ ലിങ്ക് ലെയർ പ്രോട്ടോക്കോൾ എന്നെല്ലാം പറയും. ഓരോ സിസ്റ്റത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പ്രോട്ടോക്കോൾ ഉണ്ടാവും. കറക്റ്റ് ഡെസ്റ്റിലേക്ക് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് എന്ന് പറയും. സെറ്റ് ഓഫ് റൂൾസ് ഫോർ ട്രാൻസ്ഫറിങ് ഇൻഫർമേഷനാണ് നമ്മൾ പ്രോട്ടോക്കോൾ എന്ന് പറയാം. ഇപ്പോൾ ഒരു ഡാറ്റ ലിങ്ക് ലെയർ NIC കാർഡിൽ എന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻസ് എ ഹാർഡ്വെയർ അഡ്രസ്സ് ഉണ്ടാവും, ഡാറ്റ ലിങ്ക് ലെയർ പ്രോട്ടോക്കോളും ഉണ്ടാവും. എന്തിനാ ഈ പ്രോട്ടോക്കോൾസ്? ഓരോ ഡിവൈസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് മെയിൻ കമ്പോണൻറ്റ്. There are two types of NIC, wireless NIC and wired NIC. രണ്ട് ടൈപ്പ് നെറ്റ്വർക്ക് ഉണ്ട്. ഏതെല്ലാം? വയേർഡ് NIC, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡും ഉണ്ട്. നോൺ വയേർഡ്
വയർലെസ് NIC ഉണ്ട്. വയർലെസ് NIC എന്ന് പറഞ്ഞാൽ ഓൾ ദി മോഡം ലാപ്ടോപ്സ് ആർ യൂസ്ഡ് വയർലെസ് NIC. മോഡേൺ ലാപ്ടോപ്പിലെല്ലാം എന്താ യൂസ് ചെയ്യുന്നത്? നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് വയർലെസ്സാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഏതാ? കണക്ഷൻ ഈസ് മെയ്ഡ് യൂസിങ് ആൻറ്റിന ദാറ്റ് എംപ്ലോയ്സ് റേഡിയോ വേവ് ടെക്നോളജി. ആൻറ്റിന യൂസ് ചെയ്തിട്ടാണ് വയർലെസ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് യൂസ് ചെയ്യുന്നത്. അത് മോഡേൺ ലാപ്ടോപ്പിലെല്ലാം എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മോഡേൺ NIC യൂസ് ചെയ്യുന്നുണ്ട്. വയേർഡ് NIC എന്ന് പറഞ്ഞാൽ കേബിൾസ് ആർ യൂസ്ഡ് വയേർഡ് NIC ടു ട്രാൻസ്ഫർ ഡാറ്റ ഓവർ ദി മീഡിയം. നമ്മളെല്ലാം ലാനെല്ലാം കണക്ട് ചെയ്യുമ്പോൾ കേബിൾ വഴി ചെയ്യുന്നത് വയേർഡ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡും ഉണ്ട്, നോൺ വയേർഡ് വയർലെസ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് നെറ്റ്വർക്കിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. പിന്നെ അടുത്തത് ഹബ്ബ്. ഹബ്ബ് ഈസ് എ സെൻട്രൽ ഡിവൈസ് എന്ന് പറയും. ഒരു സെൻട്രൽ ഡിവൈസാണ്, അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് മറ്റുള്ള ഡിവൈസെല്ലാം ഉണ്ടാവുക. ഹബ്ബ് ഈസ് എ സെൻട്രൽ ഡിവൈസ് ദാറ്റ് സ്പ്ലിറ്റ് ദി നെറ്റ്വർക്ക് കണക്ഷൻ ഇൻ ടു മൾട്ടിപ്പിൾ ഡിവൈസസ്. അതായത് മെയിനായിട്ട് കണക്ഷൻ അതിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് മൾട്ടിപ്പിൾ ഡിവൈസിനെ കണക്ട് ചെയ്യും. നമ്മൾ ലാബിലെല്ലാം ഇപ്പം ചെയ്യാം, നമ്മളെ കമ്പ്യൂട്ടർ ലാബിലെല്ലാം ഉണ്ട്. ഹബ്ബെല്ലാം വന്നാൽ നമുക്ക് ആ സംഭവം എന്നാന്ന് കാണിച്ചു തരും. ലാബിൽ വന്നിട്ട് നമുക്ക് കാണിച്ചു തരാം. ഹബ്ബ് ഈസ് എ സെൻട്രൽ ഡിവൈസ് ദാറ്റ് സ്പ്ലിറ്റ് ദി നെറ്റ്വർക്ക് കണക്ഷൻ ഇൻ ടു മൾട്ടിപ്പിൾ ഡിവൈസ്. ഹബ്ബ് എന്താണ്? ഒരു സെൻട്രൽ ഡിവൈസ് ആണ് ദാറ്റ് സ്പ്ലിറ്റ് നെറ്റ്വർക്ക് കണക്ഷൻ ഇൻ ടു മൾട്ടിപ്പിൾ ഡിവൈസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻട്രൽ ഡിവൈസ് ആണ് എന്ത്? ഹബ്ബ്. When computer request for information from a computer sends request to the hub. Hub distributes request to all interconnected computers. നമ്മൾ എന്തെങ്കിലും റിക്വസ്റ്റ് ഹബ്ബ് കൊടുത്താൽ എന്ത്? വെൻ കമ്പ്യൂട്ടർ റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ഫ്രം ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ഹബ്ബിലേക്ക് റിക്വസ്റ്റ് കൊടുത്താൽ എന്ത് ചെയ്യും? ഇറ്റ് സെൻസ് റിക്വസ്റ്റ് ദി ഹബ്ബ്. കമ്പ്യൂട്ടറിൽ നിന്ന് നേരെ എടുത്തേക്കാ പോയാൽ ഹബ്ബിലേക്കാണ് റിക്വസ്റ്റ് പോവുക. നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് ഒരു മറ്റേ കമ്പ്യൂട്ടറിലെ പ്രിൻ്ററോ എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ആദ്യം ഇൻഫർമേഷൻ എവിടെ പോകും? ഹബ്ബ് പോവും. ഹബ്ബ് എന്ത് ചെയ്യും? അതിന് കണക്ട് ചെയ്ത ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യും, അല്ലെ, കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യും, നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. അതാണ് ഹബ്ബ് ഈസ് എ സെൻട്രൽ ഡിവൈസ് എന്ന് പറയും. ഇനി സ്വിച്ച്. അപ്പോൾ സ്വിച്ചും ഹബ്ബും ഏകദേശം ഒരേപോലത്തെ സാധനമാണ്. സ്വിച്ച് ഈസ് എ നെറ്റ്വർക്ക് ഡിവൈസ്. സ്വിച്ച് അനദർ ഡിവൈസ് ഗ്രൂപ്പ് ഓൾ ദി ഡിവൈസ് ഓവർ ദി നെറ്റ്വർക്ക് ടു ട്രാൻസ്ഫർ ഡാറ്റ ടു അനദർ ഡിവൈസ്. അല്ലേ, ഒരു ഡാറ്റയിൽ നിന്ന് വേറെ ഒരു ഡിവൈസിൽ നിന്ന് വേറെ ഡിവൈസിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അനദർ ഡിവൈസാണ് ഇത്? സ്വിച്ച്. എ സ്വിച്ച് ഈസ് ബെറ്റർ ദാൻ ഹബ്ബ്. അപ്പോൾ ഹബ്ബും സ്വിച്ചും ഏകദേശം ഒരേ ആക്ഷൻ തന്നെ. ബട്ട് എ സ്വിച്ച് ഈസ് ബെറ്റർ ദാൻ ഹബ് ആസ് ഇറ്റ് ഡസ് നോട്ട് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ഓവർ ദി നെറ്റ്വർക്ക്. ഇത് നെറ്റ്വർക്ക് ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിലായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ നിന്ന് ഡാറ്റ എടുക്കും. പക്ഷേ സ്വിച്ച് ആകുമ്പോൾ എന്തായും? നെറ്റ്വർക്കിലൊന്നും ഡയറക്റ്റ് നമുക്ക് സ്വിച്ച് ചെയ്തെടുക്കാൻ പറ്റും. കമ്പ്യൂട്ടറിന് നെറ്റ്വർക്കിലേക്ക് സെൻഡ് ചെയ്തിട്ട് അവിടുന്ന് ആ ഒരു കോംപ്ലിക്കേഷൻ വരുന്നില്ല. ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഡിവൈസിൽ നിന്ന് ഇൻഫർമേഷൻ ഡയറക്റ്റായിട്ട് നമുക്ക് സ്വിച്ച് ഉപയോഗിച്ചിട്ട് എടുക്കാൻ പറ്റും. എ സ്വിച്ച് ഈസ് ബെറ്റർ ദാൻ ഹബ് ആസ് ഇറ്റ് ഡസ് നോട്ട് ബ്രോഡ്കാസ്റ്റ് ദി മെസ്സേജ് ഓവർ ദി നെറ്റ്വർക്ക്. ഇറ്റ് സെൻസ് ദി മെസ്സേജ് ടു ദി ഡിവൈസ് ഫോർ വിച്ച് ബിലോങ്സ് ടു. അല്ലേ, അപ്പോൾ ഏത് ഡിവൈസിലെയാണ് ഡയറക്റ്റ്? നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ഹബ്ബ് നേരെ അത് കണക്ട് ചെയ്ത് കമ്പ്യൂട്ടറിന് ഹബ്ബിലേക്ക് കൊടുക്കും. ഹബ്ബ് നിന്ന് ഇൻ്റർ കണക്ട് ചെയ്ത് എല്ലാ നെറ്റ്വർക്കിലും പോയിട്ട് കറക്റ്റ് മെസ്സേജ് ഏതിലാണ് ഉള്ളതെന്ന് വെച്ചാൽ അതൊരു നെറ്റ്വർക്കിലേക്കാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യുന്നത്. സ്വിച്ച് ആകുമ്പോൾ ഡയറക്റ്റ് ഏതൊരു ഡിവൈസാണ് വേണമെങ്കിൽ ആ ഡിവൈസുമായിട്ട് തന്നെ ഡയറക്റ്റ് കണക്ഷൻ കിട്ടും. ഇത് സെയിം ആസ് ദാറ്റ് ഓഫ് ഹബ്ബ്. അപ്പം ഇത് തമ്മിൽ ചെറിയ വേരിയേഷൻ ഉണ്ട് എന്നേ ഉള്ളൂ. സെയിം ആക്ഷൻ ആണ്. ഇറ്റ് സെൻസ് മെസ്സേജ് ടു ദി ഡിവൈസ് ഫോർ വിച്ച് ബിലോങ്സ് ടു. ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് സെൻസ് ദി മെസ്സേജ് ഡയറക്ട്ലി ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. സ്വിച്ച് എന്തിനാ? സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിൽ ഡയറക്റ്റ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിച്ച് യൂസ് ചെയ്യുന്നത്. ഇനി കേബിൾസ് ആൻഡ് കണക്റ്റേഴ്സ്. മെയിൻ കമ്പോണൻസ് നമ്മൾ എന്തെല്ലാം പറഞ്ഞത്? നാഷണൽ അല്ല, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, ഹബ്ബ്, സ്വിച്ച്. ഇനി അടുത്ത സ്വിച്ച് പറഞ്ഞില്ലേ, ഇനി എന്ത് ചെയ്യണം? അടുത്ത നെറ്റ്വർക്കിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ കേബിൾസ് ആൻഡ് കണക്റ്റേഴ്സ്. Cable is a transmission media that transmit the connection signals. There are 3 types of cables. Cables, data transfer എന്ത് വേണം? Cables ഉണ്ട് വേണം. Cables എന്ന് പറഞ്ഞാൽ 2 type. Coaxial twisted pair cable ഉണ്ട്, wireless cable ഉണ്ട്. നമ്മൾ വയർലെസ്സും ഉണ്ട്, വയേർഡ് കേബിൾ. ഇത് വയേർഡ് കേബിളിന് എക്സാമ്പിൾസ് ആണ്. ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയും.
It is a high speed cable that transmits data over 1 GB per second for more. It is a high speed. Twisted pair cable എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുള്ള കേബിൾ ഉണ്ടിനാ, കുറേ ട്വിസ്റ്റഡ് പെയർ ആയിട്ടുള്ള കേബിൾ, അതിനെയാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയാം. അപ്പോൾ ഒരു കോട്ടിങ് ഉണ്ടാവും. ഇന്ന നമുക്ക് ഇൻറ്റേർണൽ ഡീറ്റെയിൽസ് പഠിക്കാനില്ല, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻസ് എല്ലാം പഠിക്കാനായിട്ട്. നിങ്ങൾ എക്സാമ്പിൾ മാത്രം ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹൈ സ്പീഡ് കേബിൾ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾസ് എഴുതിയാൽ മതി. ട്വിസ്റ്റഡ് പെയർ കേബിൾ ഒരു വയർലെസ് കേബിളാണ്. ഇറ്റ് ഈസ് ഹൈ സ്പീഡ് കേബിൾ ദാറ്റ് ട്രാൻസ്മിറ്റ് ദ ഡാറ്റ ഓർ 1 GB per second or more. പിന്നെ കൊയാക്സിയൽ കേബിൾ. ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് റെഡ് ഗ്രീൻ കളേഴ്സിലെല്ലാം ഉണ്ടാവും, ചെറിയ ചെറിയ പോയിന്റ് ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൊയാക്സിയൽ കേബിൾ എന്ന് പറഞ്ഞാൽ ഒറ്റ TV ട്രാൻസ്മിഷൻ്റെ കേബിൾ ആയിട്ട് ഒന്നടുക്ക് ഒറ്റ വയർ മാത്രമില്ല. കൊയാക്സിലാണെങ്കിൽ കുഞ്ഞു കുറച്ചിട്ട് കേബിൾസ് ഉണ്ടാവും, അല്ല കോപ്പർ വയേഴ്സ് ഉണ്ടാവും. കൊയാക്സിയൽ കേബിൾ എന്ന് പറഞ്ഞാൽ ഒറ്റ കേബിൾ. അത് TV ട്രാൻസ്മിഷൻ്റെ കേബിളെല്ലാം കണ്ടിട്ട് അതിൽ ഒറ്റ വയറല്ലേ ഉണ്ടാവുമല്ലോ. Coaxial cable resembles like TV installation cable. Coaxial cable is more expensive than twisted pair cable but provide the high data transmission speed. Coaxial cables TV transmission പോലെ തന്നെ more expensive ആണ് ഇതിനേക്കാളും twisted pair cable നെക്കാളും, but provides high data transmission speed. Data transmission speed ഇതിന് കൂടുതലാണ് coaxial cable. ഇപ്പോൾ കേബിൾസ് ആണ് അടുത്ത കമ്പോണൻ്റ്. അതിൽ വരുന്നത് ട്വിസ്റ്റഡ് പെയർ കേബിൾ, കൊയാക്സിയൽ കേബിൾ. നെക്സ്റ്റ് ഫൈബർ ഒപ്റ്റിക്സ്. ഇപ്പം അഡ്വാൻസ്ഡ് ഏതാണ്? ഫൈബർ ഒപ്റ്റിക്സ് അല്ല, ഫൈബറിൻ്റെ ഗ്ലാസിൻ്റെ ഒരു ഇതില്ലേ. ഫൈബർ ഒപ്റ്റിക്സ് കേബിൾ ഈസ് ഹൈ സ്പീഡ് കേബിൾ ദാറ്റ് ട്രാൻസ്ഫർ ഡാറ്റ യൂസിങ് ലൈറ്റ് ബീംസ്. ഇതിൽ ഡാറ്റ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്? ലൈറ്റ് ബീം യൂസ് ചെയ്തിട്ടാണ് ഇതിൽ ഫൈബർ ഒപ്റ്റിക് കേബിൾസ്. ഇറ്റ് പ്രൊവൈഡ്സ് ഹൈ ഡാറ്റ ട്രാൻസ്മിഷൻ ആസ് കമ്പയർഡ് ടു അതർ കേബിൾ. അപ്പോൾ അതർ കേബിൾസിനെക്കാളും ഡാറ്റ ട്രാൻസ്മിഷൻ കൂടുതൽ ഫൈബർ ഒപ്റ്റിക് കേബിൾസ് ആണ്. ഇറ്റ് ട്രാൻസ്മിറ്റ് ഇൻ എ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നെല്ലാം പറയും. ഇപ്പോൾ നമ്മളെ കേബിൾ നെറ്റ്വർക്ക് എല്ലാം ഫൈബർ ഒപ്റ്റിക്സ് അല്ലേ, അതുകൊണ്ട് അധികം പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അടിയിലേക്ക് ഭൂമിൻ്റെ അടിയിലേക്ക് കൂടിയുള്ള ഫൈബർ ഒപ്റ്റിക്സിൽ അപ്പം കേബിൾ മുറിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇറ്റ് ഈസ് മോർ എക്സ്പെൻസീവ് ആസ് കമ്പയർഡ് ടു അതർ കേബിൾ. ഇറ്റ് ഈസ് ഇൻസ്റ്റാൾഡ് അറ്റ് ദി ഗവൺമെൻറ് ലെവൽ. അപ്പോൾ അതന്നെ ടെലിഫോണിൻ്റെ അതും ഇതെല്ലാം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തത് ഫൈബർ ഒപ്റ്റിക്സ് കേബിളാണ്. അപ്പോൾ കേബിൾ ഇട്ട് വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് കണക്ഷൻ എടുത്താൽ മതി. അപ്പോൾ കേബിൾ ട്വിസ്റ്റഡ് എക്സാമ്പിൾസ് എഴുതുക. ട്വിസ്റ്റഡ് പെയർ കേബിൾ ഉണ്ട്, കൊയാക്സിയൽ കേബിൾ ഉണ്ട്, ഫൈബർ ഒപ്റ്റിക്സ് കേബിൾസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് കേബിൾസ് ആൻഡ് കണക്റ്റേഴ്സ് എന്ന് പറയുന്ന കമ്പോണൻസിൽ നെറ്റ്വർക്കിൽ വരുന്നത്. ഇനി റൂട്ടർ. അപ്പം റൂട്ടർ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ നെറ്റ്വർക്ക് എന്ന സിമ്പിൾ ഒരു കമ്പ്യൂട്ടർ ലാബിലെ നെറ്റ്വർക്കിൻ്റെ കാര്യങ്ങളാണ് ഹബ്ബും സ്വിച്ചെല്ലാം ചെയ്യുന്നത്. ഇനി റൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ മെയിൻ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. മറ്റേ കമ്പോണൻസിലെ സിമ്പിൾ ഒരു നെറ്റ്വർക്ക് കണക്ഷൻ മാത്രമല്ലേ. കമ്പ്യൂട്ടർ ലാബിൽ ഇപ്പോൾ ഒരു ഡിവൈസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രിൻ്ററും നമ്മളെ സ്കാനറിൽ എല്ലാ ഡിവൈസുമായിട്ടുള്ള ചെറിയൊരു ഏരിയയിലെ കണക്ഷൻ മാത്രമാണ് ഇത് നേരത്തെ ഹബ്ബും സ്വിച്ചെല്ലാം വെച്ച് ചെയ്തത്. നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ നമ്മളെ സിസ്റ്റത്തിലേക്ക് കിട്ടണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് ഏത്? റൂട്ടർ എന്ന് പറയും. റൂട്ടർ എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പോൾ എല്ലാവരും നെറ്റ്വർക്ക് കണക്ഷൻ എടുക്കുമ്പോൾ അവരൊരു ഇത് തരുന്നില്ലേ, റൂട്ടർ. അപ്പോൾ റൂട്ടർ ഈസ് എ ഡിവൈസ് ദാറ്റ് കണക്ട് ലാൻഡ് ടു ദി ഇൻ്റർനെറ്റ്. നമ്മളെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാനില്ല ഒരു ഡിവൈസാണ് ഇത് റൂട്ടർ എന്ന് പറയാം. റൂട്ടർ ഈസ് മെയിൻലി ഡ്യൂ ടു കണക്ട് ഡിസ്റ്റിങ്ക്റ്റ് നെറ്റ്വർക്ക്സ് ഓർ കണക്ട് ദി ഇൻ്റർനെറ്റ് ടു മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ഇൻ്റർനെറ്റ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിന് യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്തെന്ന് റൂട്ടർ എന്ന് പറയാം. അതായത് മെയിൻ വൈഡ് നെറ്റ്വർക്കിൽ നിന്ന് നമ്മളെ റൂട്ടറിലേക്ക് കണക്ഷൻ വരും. അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറെൻറ്റ് സിസ്റ്റത്തിലേക്ക് ഇപ്പം വൈഫൈ വെച്ചിട്ട് വല്ല എടുക്കുന്നില്ല, അതിനാണ് റൂട്ടർ എന്ന് പറയാം. മോഡം ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ്. മോഡത്തിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ മോഡുലേറ്റർ ഡിമോഡുലേറ്റർ എന്ന് പറയും. അതിൽ എഴുതിയിട്ടില്ലെന്നറിയാം. മോഡത്തിൻ്റെ ഫുൾ ഫോം എന്താണ്? മോഡുലേറ്റർ ഡിമോഡുലേറ്റർ. മോഡം കണക്ട് ദി കമ്പ്യൂട്ടർ ടു ദി ഇൻ്റർനെറ്റ് ഓവർ ദി എക്സിസ്റ്റിംഗ് ടെലിഫോൺ ലൈൻ. മോഡ് എന്താ ചെയ്യുന്നത്? നമുക്ക് കണക്ഷൻ കിട്ടണമെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ഒരു ടെലിഫോൺ ലൈൻ വേണം അല്ലേ, നെറ്റ്വർക്ക് കിട്ടണം. അപ്പോൾ മോഡ് എന്താ ചെയ്യുന്നത്? മോഡം കണക്ട് കമ്പ്യൂട്ടർ ടു ദി ഇൻ്റർനെറ്റ് ഓവർ ദി എക്സിസ്റ്റിംഗ് ടെലിഫോൺ ലൈൻ. ടെലിഫോൺ ലൈനുമായിട്ട് കണക്ട് ചെയ്യും. എ മോഡം ഈസ് നോട്ട് ഇൻ്റഗ്രേറ്റഡ് വിത്ത് കമ്പ്യൂട്ടർ മദർ ബോർഡുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടല്ല ഉണ്ടാവുക. എ മോഡം ഈസ് എ സെപ്പറേറ്റ് പാർട്ട് ഓൺ PC slot found on the motherboard.
മോഡൽ സെപ്പറേറ്റ് പാർട്ടായിട്ട് ചില മോഡേൺ സിസ്റ്റത്തിലെല്ലാം എന്തുണ്ട്, മോഡേണിൽ നമ്മൾ എക്സ്ട്രാ മോഡം വാങ്ങണം അല്ലേ. നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നിന്ന് നെക്സ്റ്റ് എതർനെറ്റ് കേബിൾ എന്ന് പറയും. എതർനെറ്റ് കേബിൾ വെച്ചിട്ട് മോഡത്തിലേക്കാണ് കണക്ഷൻ കൊടുക്കുക. ആ മോഡത്തിൽ നിന്ന് ടെലിഫോൺ ലൈന് ഡയറക്റ്റ് അവിടെ നിന്ന് കൊടുക്കുകയായി ചെയ്യുക. അപ്പോൾ റൂട്ടറിന്ന് മോഡത്തിൽ വന്ന് മോഡത്തിൽ നിന്ന് നമ്മളെ ലാൻഡിലേക്ക് വന്ന് ഹബ്ബ് സ്വിച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്കെല്ലാം വന്നിട്ടാണ് മെയിൻ നെറ്റ്വർക്ക്സ് വരിക. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നെറ്റ്വർക്ക് പഠിക്കാൻ ജസ്റ്റ് കമ്പോണൻസ് മാത്രം പഠിക്കുക. കമ്പോണൻസ് എന്തെല്ലാമെന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, ഹബ്ബ്, സ്വിച്ച്, മോഡം, റൂട്ടർ, നെറ്റ്വർക്ക് ആപ്സ്. അപ്പോൾ ഓരോന്നിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ. ഹബ്ബ് പറഞ്ഞു, സ്വിച്ച് എന്താന്ന് പറഞ്ഞു, റൂട്ടർ, മോഡം. ഇനി യൂസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ മെയിൻ ചിലപ്പോൾ ഇത് ചോദിക്കാം അല്ലേ. വാട്ട് ആർ ദി യൂസസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്? റിസോഴ്സ് ഷെയറിങ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ യൂസസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ആർ ദി യൂസസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? റിസോഴ്സ് ഷെയറിങ്. റിസോഴ്സ് ഷെയറിങ് മീൻസ് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം? പ്രിൻ്റർ ഷെയർ ചെയ്യാൻ പറ്റും, സ്കാനർ ഷെയർ ചെയ്യാൻ പറ്റും, പ്രോഗ്രാംസ് ഷെയർ ചെയ്യാൻ പറ്റും അല്ലേ. റിസോഴ്സ് ഷെയറിങ് ഈസ് ദി ഷെയറിങ് ഓഫ് റിസോഴ്സ് സച്ച് ആസ് പ്രോഗ്രാംസ്. ഇപ്പോൾ എനിക്ക് ഞാനൊരു സിസ്റ്റത്തിൽ ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേറെ സിസ്റ്റത്തിലേക്ക് ഷെയർ ചെയ്യാം. ഇപ്പം മെയിൽ വെച്ച് ഷെയർ ചെയ്താലും മതി. അതിന് പകരം സിസ്റ്റത്തിൽ നിന്ന് ഡയറക്റ്റ് തന്നെ മറ്റേ സിസ്റ്റത്തിലേക്ക് നെറ്റ്വർക്ക് ഉണ്ടാക്കി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. റിസോഴ്സ് ഷെയറിങ് ഈസ് ദി ഷെയറിങ് ഓഫ് റിസോഴ്സസ് സച്ച് ആസ് പ്രോഗ്രാം, പ്രിൻറ്റേഴ്സ്. ഒരു കമ്പ്യൂട്ടർ ലാബിൽ ഒരു പ്രിൻ്റർ മതി. നമുക്ക് ഏത് സിസ്റ്റത്തിൽ നിന്നും വേണമെങ്കിൽ റിസോഴ്സ് ഷെയറിങ് വഴി എന്ത് ചെയ്യാൻ പറ്റും? നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ഈ പ്രിൻ്ററിനെ ഷെയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഡാറ്റ എമംഗ് യൂസേഴ്സ് ഓൺ ദി നെറ്റ്വർക്ക് വിത്തൗട്ട് റിക്വയർമെൻറ്റ് ഓഫ് ഫിസിക്കൽ ലൊക്കേഷൻ ഓഫ് ദി റിസോഴ്സസ് ആൻഡ് യൂസർ. അപ്പോൾ നെറ്റ് ആൻഡ് ഡാറ്റ എമംഗ് യൂസേഴ്സ് ഓൺ ദി നെറ്റ്വർക്ക് വിത്തൗട്ട് ഫിസിക്കൽ ലൊക്കേഷൻ ഒന്നും വേണ്ട, റിസോഴ്സും അതർ റിസോഴ്സൊന്നും വേണ്ടാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റ ഷെയർ ചെയ്യാനും പറ്റും. ഇതെല്ലാം റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. വാട്ട് ആർ ദി യൂസസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? റിസോഴ്സ് ഷെയറിംഗ്. നെക്സ്റ്റ് സെർവർ ക്ലയൻറ്റ് മോഡൽ. വാട്ട് ഈസ് സെർവർ ആൻഡ് ക്ലയൻറ്റ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് യൂസ്ഡ് ഇൻ സെർവർ ക്ലയൻറ്റ് മോഡൽ. സെർവർ എന്ന് പറഞ്ഞാൽ മെയിൻ ഒരു സിസ്റ്റം. നമ്മളിപ്പം PSCൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു മെയിൻ സെർവർ ഉണ്ട് അല്ലേ, അതിനെ സെർവർ എന്ന് പറയും. നമ്മളിപ്പോൾ നെറ്റ് ആക്സസ് ചെയ്യുമ്പോൾ അതിനെ ക്ലയൻറ്റ് എന്ന് പറയും. A server is a central computer used to store information and maintained by the system administrator. ഒരു സെൻട്രൽ കമ്പ്യൂട്ടർ ആണ് യൂസ്ഡ് ടു സ്റ്റോർ ഇൻഫോർമേഷൻ. എന്ത് ചെയ്യുന്നതിൽ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യും. ആൻഡ് മെയിൻറ്റെയിൻ ബൈ ദി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ. ആരാണത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുക. ക്ലയൻസ് ആർ ദി മെഷീൻ യൂസ്ഡ് ടു ആക്സസ് ദി ഇൻഫോർമേഷൻ സ്റ്റോർഡ് ഇൻ ദി സെർവർ റിമോട്ട്ലി. അപ്പം കേരള PSCൻ്റെ ഒരു സെർവർ ആണെങ്കിൽ ആ സെർവർ അതിനെ സെർവർ എന്ന് പറയും. അതൊരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾ റിമോട്ടിലില്ലേ ക്ലയൻസ് എന്ന് പറയുന്നത് നമ്മൾ അല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിലെ ഡാറ്റ ആക്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സെൻട്രൽ കമ്പ്യൂട്ടർ അതുമായിട്ട് കുറേ ക്ലയൻസ്, ഇത് നടുക്കുള്ള സിസ്റ്റത്തിന് നമ്മൾ സെർവർ എന്ന് പറയും. ഞാൻ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? നമ്മൾ ക്ലയൻറ്റിൽ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, സെർവർ കമ്പ്യൂട്ടറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നെല്ലാം മനസ്സിലായി. അപ്പോൾ സെർവർ സെൻട്രൽ കമ്പ്യൂട്ടർ, അപ്പോൾ നമ്മളത് PCs അല്ലേ. അപ്പോൾ ക്ലയൻറ്റ് സെർവർ മോഡലാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് യൂസ്. റിസോഴ്സ് ഷെയറിങ്, സെർവർ ക്ലയൻറ്റ് മോഡൽ, കമ്മ്യൂണിക്കേഷൻ മീഡിയം. കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ അത് മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്നല്ലേ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഇതന്നെ നമ്മൾ നെറ്റ്വർക്കില്ലതുകൊണ്ടല്ല ഞാനിപ്പോൾ ഓൺലൈനിൽ ക്ലാസ് എടുത്തു നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ബിഹാവ് ആസ് എ കമ്മ്യൂണിക്കേഷൻ മീഡിയം എമംഗ് ദി യൂസേഴ്സ്. ഓരോ യൂസേഴ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ മീഡിയമായിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, company contains more than one computer as an email system which employees are used for daily communication അല്ലേ. ഒരു ഇമെയിൽ വഴിയിട്ട് ഡെയിലി കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടല്ലേ. നമ്മളിപ്പം അടുത്തടുത്ത് ഉണ്ടാവണമെന്നില്ല, ഇപ്പം എല്ലാം ഓൺലൈൻ സർവീസാണ് അല്ലേ. ഓൺലൈൻ ക്ലാസ്സസ് നടക്കുന്നു, ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇ-കൊമേഴ്സ്, ഇപ്പോൾ ഇ-കൊമേഴ്സ് ഇപ്പോൾ എല്ലാം അല്ലേ. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ്. ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? വി ക്യാൻ ഡു ദി ബിസിനസ് ഓവർ ദി ഇൻ്റർനെറ്റ് വഴി എന്തെല്ലാം ചെയ്യുന്നുണ്ട്? ആമസോണിൽ പോയിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ട്, ഫ്ലിപ്കാർട്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്യുന്നത് എന്ത് വഴിയാണ്? എല്ലാം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴിയാണ് അല്ലേ.
കമ്പ്യൂട്ടറാണ് മെയിൻ. നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിലെല്ലാം ഇ-കൊമേഴ്സ് എല്ലാം വന്നിട്ടില്ലേ, അപ്പോൾ അതിൽ വരുന്ന, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ഇത്. Computer network is also important in business. We can do this business over the internet. For example, Amazon.com is doing their business over the internet. That is, they are doing their business over the internet. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂസസ് ഓഫ് ഇൻ്റർനെറ്റ് ഓർമ്മിക്കണം. റിസോഴ്സ് ഷെയറിംഗ്, സെർവർ ക്ലയൻറ്റ് മോഡൽ, കമ്മ്യൂണിക്കേഷൻ മീഡിയം, ഇ-കൊമേഴ്സ്. ദീസ് ആർ ദി യൂസസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അപ്പോൾ നമ്മൾ വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പറഞ്ഞു, കമ്പ്യൂട്ടർ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടർ പറഞ്ഞു, അതിലെ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പറഞ്ഞു. നെക്സ്റ്റ് എന്ത് പറഞ്ഞു, യൂസസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പറഞ്ഞു. ഇനിയിപ്പോൾ സിലബസിൽ വരുന്നത് വയേർഡ് ആൻഡ് വയർ. വാട്ട് ഈസ് വയേർഡ് നെറ്റ്വർക്ക് ആൻഡ് വയർലെസ് നെറ്റ്വർക്ക്? ഓൺ ദി ബേസിസ് ഓഫ് ഫിസിക്കൽ മീഡിയം ദർ ആർ 2 types ഓഫ് നെറ്റ്വർക്ക്സ്. എത്ര ടൈപ്പ് നെറ്റ്വർക്ക് ഉണ്ട്? ബേസിസ് ഓഫ് മീഡിയം ദർ ആർ 2 types ഓഫ് നെറ്റ്വർക്ക്. ദാറ്റ് ഈസ് വയേർഡ് നെറ്റ്വർക്ക്. ഒന്ന് വയേർഡ് നെറ്റ്വർക്ക്, നെക്സ്റ്റ് വയർലെസ് നെറ്റ്വർക്ക്. വയേർഡ് നെറ്റ്വർക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വയർ റെഫേഴ്സ് ടു എനി ഫിസിക്കൽ മീഡിയം അപ്പ് ഓഫ് കേബിൾ യൂസ് ചെയ്തിട്ടുള്ള നെറ്റ്വർക്കിനാണ് നമ്മൾ വയേർഡ് മീഡിയം എന്ന് പറയാം. കോപ്പർ വയർഡ്, ട്വിസ്റ്റഡ് പെയർ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ അല്ലേ, ട്വിസ്റ്റഡ് ഇത് ഫൈബർ ഓപ്റ്റിക് കേബിൾസ് ആർ ഓൾ option. A wired network employs wire to link device to the internet or another network such as laptop or desk. വയേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയാണ് എന്ത് പറയുക, വയേർഡ് നെറ്റ്വർക്ക്. അതിൽ യൂസ് ചെയ്യുന്ന കേബിൾസ് എന്ന് പറഞ്ഞാൽ കോപ്പർ വയർ, ട്വിസ്റ്റഡ് പെയർ ഓർ ഫൈബർ ഒപ്റ്റിക്സ് കേബിൾസ് ആർ ആൾ ഓപ്ഷൻസ്. 3 ആണ് വയേർഡ്. വയർലെസ് നെറ്റ്വർക്ക് അറിയില്ലേ നമ്മൾ, വൈഫൈ. Wireless network means without wire media that is made up of electromagnetic wave യൂസ് ചെയ്തിട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനാണ് വയർലെസ് നെറ്റ്വർക്ക് എന്ന് പറയാം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഓർ ഇൻഫ്രാറെഡ് വേവ്സ്. ആൻറ്റിന ഓർ സെൻസേഴ്സ് വിൽ ബി പ്രസൻറ്റ് ഇൻ ഓൾ വയർലെസ് ഡിവൈസസ്. അപ്പോൾ ഒരു ചെറിയ ആൻറ്റിന ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു സെൻസർ ഉണ്ടാവണം. സെല്ലുലാർ ഫോണ്, വയർലെസ് സെൻസേഴ്സ്, TV, ഇതെല്ലാം അതെ. സെൽഫോൺ നമ്മൾ വയർലെസ് ആണ്. വയർലെസ് സെൻസേഴ്സ്, TV റിമോട്ട്, സാറ്റലൈറ്റ് കിട്ടിയ ഡിസ്ക് റിസീവർ ആൻഡ് ലാപ്ടോപ്പ് വിത്ത് VLAN cards are examples of wireless devices. For data or voice communication, a wireless network uses radio frequency waves rather than wires. ഇതിലെന്താ യൂസ് ചെയ്യുന്നത്, റേഡിയോ ഫ്രീക്വൻസി വേവ് യൂസ് ചെയ്തിട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, വയർലെസ് നെറ്റ്വർക്ക്. എക്സാമ്പിൾസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് വയർലെസ് യൂസ് ഓഫ് നെറ്റ്വർക്ക്. വാട്ട് ഈസ് വയർലെസ് ആൻഡ് വയേർഡ് നെറ്റ്വർക്ക് എന്ന് ചോദിച്ചാൽ എന്താണെന്ന് എഴുതുക. അതിന് ശേഷം എക്സാമ്പിൾസ്. വൈഫൈ അല്ലേ, വൈഫൈ ഈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത്, വൈഫൈ ഈസ് എ വയർലെസ് നെറ്റ്വർക്ക് ആൻഡ് ബ്ലൂടൂത്ത് ഈസ് എ അനദർ വയർലെസ് നെറ്റ്വർക്ക്. ദി ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് VLAN എന്നാണ്, WLAN വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. ടെക്നോളജി ഫോർ ലിങ്കിങ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഇലക്ട്രോണിക് ഡിവൈസസ് ടു വൺ അനദർ ആൻഡ് ദി ഇൻ്റർനെറ്റ്. Wi-Fi is a wireless variant of wired Ethernet network that is frequently used in conjunction with Ethernet. എന്താണെന്ന് അറിയില്ല. വൈഫൈ ഈസ് എ ടൈപ്പ് ഓഫ് വയർലെസ് നെറ്റ്വർക്കിംഗ് ദാറ്റ് യൂസസ് റേഡിയോ ഫ്രീക്വൻസീസ് ടു സെൻഡ് ആൻഡ് റിസീവ് ഡാറ്റ. അപ്പോൾ വൈഫൈ എന്താണ്, ഈസ് എൻ അനദർ എക്സാമ്പിൾ ഓഫ് വയർലെസ് നെറ്റ്വർക്ക്. വൈഫൈ ഈസ് എ ടൈപ്പ് ഓഫ് വയർലെസ് നെറ്റ്വർക്കിംഗ്. വൈഫൈ ഈസ് എ ടൈപ്പ് ഓഫ് വയർലെസ് നെറ്റ്വർക്ക്. നിങ്ങൾ വയേർഡ് നെറ്റ്വർക്ക് അഥവാ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് എഴുതണമെന്നറിയാം. ട്വിസ്റ്റഡ് പെയർ കേബിൾ, കോയാക്സിയൽ കേബിൾ, ഫൈബർ ഒപ്റ്റിക്സ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ അതും കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തേണ്ടി വരും. അങ്ങനെ സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് വയർലെസ് നെറ്റ്വർക്ക് ആൻഡ് വയേർഡ് നെറ്റ്വർക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വയേർഡ് നെറ്റ്വർക്ക് എന്താണെന്ന് എഴുതുക. എക്സാമ്പിൾസ് ട്വിസ്റ്റഡ് പെയർ കേബിൾ, കോയാക്സിയൽ കേബിൾ, ഫൈബർ ഒപ്റ്റിക് കേബിൾസ്, ഇത്ര എഴുതിയാൽ മതി. പിന്നെ ആ മീഡിയം വയർഡ് യൂസ് ചെയ്യുന്നു, കോപ്പർ കേബിൾസ് യൂസ് ചെയ്യുന്നു എന്ന് മാത്രം എഴുതുക. അത് മാർക്കിനനുസരിച്ച് എഴുതുക. അപ്പോൾ വൈഫൈ വയർലെസ്സിന് എക്സാമ്പിളാണ് വൈഫൈ. വൈഫൈ ഈസ് എ ടൈപ്പ് ഓഫ് വയർലെസ് നെറ്റ്വർക്കിംഗ് അല്ലേ. എന്താണ് യൂസ് ചെയ്യുന്നത്, റേഡിയോ ഫ്രീക്വൻസീസ് ടു സെൻഡ് ആൻഡ് റിസീവ് ഡാറ്റ. വൈഫൈ ഈസ് എ ടൈപ്പ് ഓഫ് വയർലെസ് നെറ്റ്വർക്കിംഗ് ആണ് ദാറ്റ് യൂസസ് റേഡിയോ ഫ്രീക്വൻസി ടു സെൻഡ് ആൻഡ് റിസീവ് ഡാറ്റ. വൈഫൈ എന്താ യൂസ് ചെയ്യുന്നത്, റേഡിയോ ഫ്രീക്വൻസി. വൈഫൈ അലോസ് യൂസേഴ്സ് ടു കണക്ട് ദി ഇൻ്റർനെറ്റ് അറ്റ് ഹൈ സ്പീഡ് വിത്തൗട്ട് നെസസറി യൂസ് ഓഫ് കേബിൾ അല്ലേ. എന്ത് വേണ്ട, നമുക്ക് കേബിൾ വേണ്ടാണ്ട് എന്ത് ചെയ്യാം, ഹൈ സ്പീഡ് ഇൻ്റർനെറ്റിനെ ആക്സസ് ചെയ്യാം, വൈഫൈ യൂസ് ചെയ്യാം. വൈഫൈ സ്റ്റാൻഡ്സ് ഫോർ വയർലെസ് ഫിഡിലിറ്റി. ചിലപ്പോൾ ഫുൾ ഫോം ചോദിക്കാം കേട്ടോ. വൈഫൈൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ വയർലെസ് ഫിഡിലിറ്റി എന്ന് പറയും. ആൻഡ് ഈസ്
used to refer to wireless networking technology. അപ്പം വയർലെസ് റൂട്ടർ ഈസ് യൂസ്ഡ് ടു കണക്ട് ടു ദി ഇൻ്റർനെറ്റ്. വെൻ യു കണക്ട് വൈഫൈ, നമ്മൾ വൈഫൈ കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? യു ആർ കണക്റ്റിംഗ് എ വയർലെസ് റൂട്ടർ ദാറ്റ് കണക്ട്സ് ടു യുവർ വൈഫൈ എനേബിൾഡ് ഡിവൈസസ് ടു ദി ഇൻ്റർനെറ്റ്. നമ്മളൊരു വയർലെസ് എന്ത് വേണം? വയർലെസ് റൂട്ടർ ഉണ്ടാവണം. ഒരു ആൻറ്റനയിലുള്ള റൂട്ടർ ഉണ്ടെങ്കിലേ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? വൈഫൈ റൂട്ടർ ഉണ്ടെങ്കിൽ മാത്രം. നമ്മളിപ്പോൾ നെറ്റ് കേബിളിൻ്റെ നെറ്റിലാക്കുമ്പം അവർ വയർലെസ് റൂട്ടറല്ലേ തരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്താൽ ഏത് മൊബൈലിലോ ഏത് ഡിവൈസിലും വേണമെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും വൈഫൈ. ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. അതാണ് വൈഫൈ. വൈഫൈയിൽ എല്ലാവർക്കും എഴുതാൻ പറ്റുന്നത് തന്നെ. നെക്സ്റ്റ് ബ്ലൂടൂത്തും എല്ലാവർക്കും അറിയാം അല്ലേ? ബ്ലൂടൂത്ത് ഈസ് എ ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ദാറ്റ് ഔട്ട്ലൈൻസ് ഹൗ മൊബൈൽ ഡിവൈസസിൽ യൂസ് ചെയ്യുന്ന ഒരു വയർലെസ് ടെക്നോളജിയാണ് ബ്ലൂടൂത്ത്. മൊബൈൽ ഡിവൈസസിൽ, PCസിൽ ആൻഡ് അതർ എക്യുപ്മെൻറ്റ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വയർലെസ്ലി അക്രോസ് ഷോർട്ട് ഡിസ്റ്റൻസിൽ വയർലെസ് യൂസ് ചെയ്യുന്നതാണ് ഇത് ബ്ലൂടൂത്ത്. വയർലെസ് ടെക്നോളജി അലോ ബ്ലൂടൂത്ത് എനേബിൾഡ് ഡിവൈസസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ അനദർ. വയർലെസ് ടെക്നോളജി എന്ത് ചെയ്യുന്നത്? ബ്ലൂടൂത്ത് എനേബിൾഡ് ഡിവൈസസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അനദർ. ഇറ്റ് കണക്ട് ഡെസ്ക്ടോപ്പ് ആൻഡ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, ഡിജിറ്റൽ ക്യാമറാസ്, സ്കാനേഴ്സ്, സെൽഫോൺ ആൻഡ് പ്രിൻറ്റേഴ്സ് ഓവർ എ ഷോർട്ട് ഡിസ്റ്റൻസ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡിസ്റ്റൻസിൽ മാത്രമേ ബ്ലൂടൂത്ത് വഴി കണക്ഷൻ പറ്റുള്ളൂ. മറ്റേ വൈഫൈക്ക് കുറച്ചും കൂടെ പറ്റൂല. ഇപ്പം താഴെ നമ്മളെ വീട്ടിൻ്റെ താഴെ നമ്മുടെ മുകളിലെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് അത്ര പറ്റില്ല അല്ലേ? അപ്പോൾ ഇതെല്ലാം പ്രശ്നമില്ല, സിമ്പിളല്ലേ ബ്ലൂടൂത്ത് എന്താണ്? ഇതെല്ലാം വയർലെസ് ടെക്നോളജി. അപ്പോൾ വയേർഡ് കണക്ഷനും വയർലെസ് കണക്ഷനും പറ്റിയിട്ട് എഴുതുക. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ നെറ്റ്വർക്കിലാണ് വാട്ട് ഈസ് ലാൻ. ലാനിൻ്റെ ഫുൾ ഫോം എന്ന് ചോദിക്കാം. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. വാട്ട് ഈസ് ലാൻ? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഫുൾ ഫോം എന്താണ്? ഇതാണ് ലാനിൻ്റെ സ്ട്രക്ചർ. ലാൻ എന്ന് പറഞ്ഞതാ ഇങ്ങനെയില്ല, ലോക്കൽ കുറേ കമ്പ്യൂട്ടർ തമ്മിലുള്ള കണക്ഷൻ. ഇതിനെയാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഇപ്പോൾ ലാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പ്യൂട്ടർ ലാബിലെ ചെറിയ കണക്ഷൻ അല്ലേ, ഒരു ചെറിയ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനോ അങ്ങനെയുള്ള ഒരു ചെറിയ ബിൽഡിങ്ങിലുള്ള കണക്ഷനാണ് നമ്മൾ ലാൻ കണക്ഷൻ എന്ന് പറയാം. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടർ കണക്റ്റഡ് ടു ഈച്ച് അതർ ഇൻ എ സ്മോൾ ഏരിയ. കണ്ട പോണ്ടുണ്ടല്ലോ ഇടാ, സ്മോൾ ഏരിയ സച്ച് ആസ് ബിൽഡിങ്, ഓഫീസ്. ബിൽഡിങ്ങും ഓഫീസും എല്ലാം തമ്മിലുള്ള ഇൻ്റർ കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഓർ ലാൻ എന്ന് പറയാം. അപ്പോൾ ലാൻ എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. Local area network is a group of computers connected to each other in a small area such as building, office, etc. ഒരു ബിൽഡിങ്ങിലും ഓഫീസിലും എല്ലാം ഉള്ള ഇൻ്റർ കണക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് എന്തെന്ന്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ദാറ്റ് ഈസ് ലാൻ. LAN is used for connecting 2 or more personal computers through a communication medium such as twisted pair, coaxial cable, etc. അപ്പം LAN എന്ന് പറഞ്ഞാൽ 2 കമ്പ്യൂട്ടർ കണക്ട് ചെയ്താലും നമുക്കതിന് എന്ത് പറയാം? ലാൻ. 2 or more personal computers എന്ന് പറയും. ത്രൂ എ കമ്മ്യൂണിക്കേഷൻ മീഡിയം. എന്ത് കമ്മ്യൂണിക്കേഷൻ മീഡിയം? സച്ച് ആസ് ട്വിസ്റ്റഡ് പെയർ, കോയാക്സിയൽ കേബിൾ, എക്സെട്ര. ഇത് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്ന ഇതിനെയാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. ലാൻ ഈസ് യൂസ്ഡ് ഫോർ കണക്റ്റിംഗ് 2 or more personal computers through communication medium such as twisted pair, coaxial cable, etc. ഇതിനെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. It is less costly as it built with inexpensive hardware such as hub, network adapter and Ethernet cables. അപ്പോൾ ഇറ്റ് ഈസ് ലെസ് കോസ്റ്റ്ലി ആണ്. എന്തുകൊണ്ടാണ്? ഇൻഎക്സ്പെൻസീവ് ആണെന്ന് പറയാൻ എങ്ങനെയല്ല എന്തെല്ലാം യൂസ് ചെയ്യുന്നതിൽ ഹബ്ബ് യൂസ് ചെയ്യുന്നുണ്ട്, നെറ്റ്വർക്ക് അഡാപ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട് കണക്ഷൻ കിട്ടാൻ വേണ്ടി. അതിൻ്റെ എതർനെറ്റ് കേബിൾസ്. ഈ എതർനെറ്റ് കേബിൾസ് എന്ന് പറഞ്ഞാൽ എന്നറിയാം, നമ്മൾ ഈ കമ്പ്യൂട്ടറിൻ്റെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കുത്തുന്ന ഒരു പ്ലഗ് കണ്ടിനാ, പ്ലഗ് എല്ലാം വയർ, അതിന് നമ്മൾ എതർനെറ്റ് കേബിൾ എന്ന് പറയാം. നെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു വൈറ്റ് സാധനം പ്രസ് ചെയ്തിട്ട്, അതാണ് എതർനെറ്റ്. അപ്പോൾ ഇത്രയും കമ്പോണൻസ് യൂസ് ചെയ്യുന്ന ഒരു ഇൻഎക്സ്പെൻസീവായ നെറ്റ്വർക്കാണ് ലാൻ. ഡാറ്റ ഈസ് ട്രാൻസ്ഫേർഡ് അറ്റ് ആൻ എക്സ്ട്രീംലി ഫാസ്റ്റർ റേറ്റ് ഇൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ട്? ഫാസ്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പ്രൊവൈഡ്സ് ഹയർ സെക്യൂരിറ്റി എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ഇതാണ് ഒരു ഫിഗറെല്ലാം വരക്കണേ. ഇപ്പോൾ ഒരു സിസ്റ്റം ലാന് കുറേ സിസ്റ്റം കണക്ട് ചെയ്തിട്ട്, ഇതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ്. ഇനി നമുക്ക്
ലിസ്റ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വയേർഡ് ആൻഡ് വയർലെസ് നെറ്റ്വർക്ക് വേണമെങ്കിൽ ചോദിക്കാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. വയേർഡ് നെറ്റ്വർക്കും വയർലെസ് നെറ്റ്വർക്കും തമ്മിലുള്ള കമ്പാരിസൺ വേണമെങ്കിൽ ചോദിക്കാം. വയേർഡ് നെറ്റ്വർക്ക് എംപ്ലോയീസ് വയേഴ്സ് ടു ലിങ്ക് ഡിവൈസസ് ടു ഇൻ്റർനെറ്റ് ഓർ അനദർ നെറ്റ്വർക്ക് സച്ച് ആസ് ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്. ഇതിലെന്ത് യൂസ് ചെയ്യുന്നുണ്ട്? വയേർഡ് നെറ്റ്വർക്കിൽ വയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. വയർലെസ് മീൻസ് വിത്തൗട്ട് വയർ മീഡിയ that is made up of electromagnetic waves or infrared waves. Antennas or sensors will be present on all wired devices, wireless devices. So what is difference between wired network and wireless network is that wired network employs wires to link devices to the internet or another network such as laptop. അപ്പം ഇൻ്റർനെറ്റും ഡിവൈസസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? വയേർഡ് നെറ്റ്വർക്കിൽ വയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, കൊയാക്സിയൽ കേബിൾ. അത് വയർലെസ്സിൽ എന്താ യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഓർ ഇൻഫ്രാറെഡ് ഓർ ആൻറ്റിനാസ് ഓർ സെൻസർ വിൽ ബി പ്രസൻറ്റ് ഇൻ ഓൾ വയർലെസ് നെറ്റ്വർക്ക്. ഫാസ്റ്റർ ട്രാൻസ്മിഷൻ സ്പീഡ്. വയേർഡ് നെറ്റ്വർക്ക് ഫാസ്റ്റർ ട്രാൻസ്മിഷൻ സ്പീഡാണ്, വയേർഡ് നെറ്റ്വർക്ക് ആണ് ഫാസ്റ്റർ ട്രാൻസ്മിഷൻ സ്പീഡ്. സ്ലോ ട്രാൻസ്മിഷൻ സ്പീഡാണ് ഏതിന്? വയർലെസ് നെറ്റ്വർക്കിന് സ്ലോ ട്രാൻസ്മിഷൻ സ്പീഡാണ്. പ്രൊപ്പഗേഷൻ ഡിലേ ഈസ് ലോ, പ്രൊപ്പഗേഷൻ ഡിലേ ഈസ് ഹൈ. പ്രൊപ്പഗേഷൻ്റെ ഡിലേ ലോ ആണ് ഇതിൽ വയർഡ് നെറ്റ്വർക്കിൽ. ഇത് പ്രൊപ്പഗേഷൻ ഡിലേ ഈസ് ഹൈ. മോർ സെക്യൂർ ആൻഡ് ഹെൻസ് റിലയബിൾ. മോർ സെക്യൂർ ആണ് ഇത് വയർഡ് നെറ്റ്വർക്ക്. ലെസ് സെക്യൂർ ആൻഡ് ഹെൻസ് ലെസ് റിലയബിൾ. അല്ലേ? സെക്യൂരിറ്റി അല്ലല്ലോ, നമ്മൾ വയർലെസ് ആകുമ്പോൾ എല്ലാവർക്കും വൈഫൈ എടുത്ത് നെറ്റ് എടുക്കുന്നത് അല്ലേ? ഡിവൈസ് മസ്റ്റ് ബി ഹാർഡ് വയേർഡ്. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ മോർ സെക്യൂർ ആണ് ഇത്, മറ്റേത് ലെസ് സെക്യൂർ ആണ്. ഡിവൈസ് മസ്റ്റ് ബി ഹാർഡ് വയേർഡ്. ഇത് ഹാർഡ് വയേഴ്സ് ഡിവൈസ്, ഹാർഡ് വയേർഡ് ആണ് യൂസ് ചെയ്യുന്നത് ഇതിൽ. വയേർഡിൽ ഇൻസ്റ്റലേഷൻ ക്വിക്ക് ഇൻസ്റ്റലേഷൻ ആണ് അല്ലേ? വൈഫൈ ആക്കണം, ജസ്റ്റ് ഒരു പാസ്വേഡ് കൊടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, പാസ്വേഡും അതിൻ്റെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെന്താണ്? വയർ കണക്ഷനാണ്, എതർനെറ്റ് കേബിൾ വെച്ച് നമ്മൾ കണക്ഷൻ എടുക്കണം. ലെസ് എക്സ്പെൻസീവ്. ഇത് വയർലെസ് കണക്ഷൻ മോർ എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നത് വൈഫൈ കണക്ഷൻ. ഓക്കെ. ഹൈ ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിൻറ്റെയിനിങ് കോസ്റ്റ്. വലിയ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് കൂടുതലാണ് ഇതിൽ വയേർഡ് നെറ്റ്വർക്കിൽ. ലോ ഇൻസ്റ്റലേഷൻ കുറവാണ്, മെയിൻറ്റെയിൻസ് കോസ്റ്റ്. ലോ ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിൻറ്റെയിൻ കോസ്റ്റ്. അതായത് ഈ ലെസ് എക്സ്പെൻസീവ് മോർ എക്സ്പെൻസീവ് ഉദ്ദേശിക്കുന്ന അതിൻ്റെ മൊത്തത്തിലെ ഇത് ലെസ് എക്സ്പെൻസീവാണെന്നാണ് പറയുന്നത് വയേർഡിൽ. ഇത് മോർ എക്സ്പെൻസീവാ, മൊത്തത്തിലുള്ള ഡിവൈസിൻ്റെ എല്ലാം കൂടിയായിരിക്കും എക്സ്പെൻസീവ് പറയുന്നത്. ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഏതിന് കുറവാണ്? ഇത് വയേർഡിന് കുറവാണ്. പക്ഷേ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് വയർലെസ്സിന് കൂടുതലാണ്, വയേർഡിന് കൂടുതലാണ്, വയർലെസ്സിന് കുറവാണ്. ഓക്കെ. ഹബ്ബ്, സ്വിച്ച് എക്സെട്ര ഡിവൈസസ് ആർ യൂസ്ഡ്. ഇതിലെന്തെല്ലാം യൂസ് ചെയ്യുന്നത്? ഹബ്ബ്, സ്വിച്ച് യൂസ് ചെയ്യുന്നത്. വയർലെസ്സിൽ ആക്സസ് പോയിൻറ്റ്, വയർലെസ് റൂട്ടറും ആക്സസ് പോയിൻറ്റ്സ് എക്സെട്ര യൂസ്ഡ്. ഇതിൽ വയർലെസ് റൂട്ടേഴ്സ് ഇതിൽ ഹബ്ബ്, സ്വിച്ച് എന്നെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ കമ്പാരിസൺ ചോദിച്ചേക്കലോ എന്ന് വെച്ചിട്ട് ഞാനിത് നോട്ടിട്ടു. നിങ്ങളെ മറ്റേ മെറ്റീരിയലിൽ ഇത് ഉണ്ടാവണമെന്നില്ല. ഓക്കെ. നിങ്ങൾക്ക് ഏതും ഫോളോ ചെയ്യാം കേട്ടോ. ഞാൻ തരുന്ന മെറ്റീരിയൽസും പഠിക്കാം. അപ്പോൾ അത് മാത്രം വെച്ചിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നെങ്കിലോ നിങ്ങൾക്ക് സിമ്പിളായ ഇത് പഠിക്കാം. ഓക്കെ. ഡിഫറൻസ് ബിറ്റ്വീൻ വയർ ആൻഡ് വയർ. ഇതാകുമ്പോൾ കുറച്ച് സിമ്പിളല്ലേ, പോയിൻറ്റ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ല ഇത് നോക്കി പഠിക്കാം. അപ്പം വയർഡ് നെറ്റ്വർക്കായി, വയർലെസ് നെറ്റ്വർക്കായി. നെക്സ്റ്റ്, വാട്ട് ഈസ് എ ബ്രൗസർ? സിലബസ് മാത്രമേ ഞാൻ പറയുന്നില്ലേ. ബ്രൗസർ എന്ന് പറഞ്ഞാൽ എന്നാ? വാട്ട് ഈസ് എ ബ്രൗസർ? എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ യൂസ്ഡ് ടു ആക്സസ് ഇൻഫോർമേഷൻ ഓൺ ദി വേൾഡ് വൈഡ് വെബ് ഈസ് കോൾഡ് എ വെബ് ബ്രൗസർ. നമ്മളെല്ലാവരും ബ്രൗസർ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. പണ്ടത്തെ വേർഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ യൂസ് ചെയ്തു. ബിൽട്ടിനായിട്ട് നമ്മളെ വിൻഡോസിൻ്റെ കൂടി ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ടാവും. പിന്നെ മോസില്ല ഫയർഫോക്സ്, പിന്നെ ഗൂഗിൾ ക്രോം, ഇങ്ങനെയില്ല ഇതിനെ നമ്മൾ വെബ് ബ്രൗസർ എന്ന് പറയാം. അപ്പോൾ വെബ് ബ്രൗസറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ്. എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ യൂസ്ഡ് ടു ആക്സസ് ഇൻഫോർമേഷൻ ഓൺ ദി വേൾഡ് വൈഡ് വെബ് ഈസ് കോൾഡ് എ വെബ് ബ്രൗസർ. യൂസ്ഡ് ടു ആക്സസ് എന്തിനാ യൂസ് ചെയ്യുന്ന? ഇൻഫോർമേഷൻ ഓൺ ദി വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബ് എന്ന് ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെബ് ബ്രൗസർ. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ. എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ യൂസ്ഡ് ടു ആക്സസ് ഇൻഫോർമേഷൻ ഓൺ ദി വേൾഡ് വൈഡ് വെബ് ഈസ് കോൾഡ് എ വെബ് ബ്രൗസർ.
When users request some information, the web browser fetch the data from the web server and displays on the web page. നമ്മൾ യൂസർ ഒരു ഇൻഫോർമേഷൻ കൊടുക്കുക, ഫെച്ച് ചെയ്യാൻ റിക്വസ്റ്റ് ഒരു ഇൻഫോർമേഷൻ നമ്മൾ കൊടുത്തു. നമുക്കിപ്പം എന്തെങ്കിലും ഒരു സൈറ്റിൽ ഗൂഗിളിൽ പോയിട്ട് എനിക്ക് നെറ്റ്വർക്ക്സിൻ്റെ തിയറി വേണം, നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു അല്ലെ, സൈറ്റ് എടുത്തു. അപ്പോൾ അതിനെയാണ് നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുന്നതിന് സെർവർ പോയിട്ട് ഗൂഗിളിൻ്റെ സെർവർ പോയിട്ട് നമുക്ക് ഡാറ്റ ഫെച്ച് ചെയ്തിട്ട് നമ്മൾ സിസ്റ്റത്തിലേക്ക് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്, ബ്രൗസർ ഇല്ലാണ്ട് നമുക്ക് നെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന തന്നെ ഡെഫിനിഷൻ പഠിക്കണം. എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ യൂസ്ഡ് ടു ആക്സസ് ഇൻഫോർമേഷൻ ഓൺ ദി വേൾഡ് വൈഡ് വെബ് ഈസ് കോൾഡ് എ വെബ് ബ്രൗസർ. When a user requests some information, the browser fetches the data from the web browser and display the web page on the user screen. ഇപ്പോൾ ഹിസ്റ്ററി വേണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട് അല്ലേ, ഹിസ്റ്ററി ഓഫ് വെബ് ബ്രൗസർ. ഫസ്റ്റ് വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് വെബ് വാസ് ഫസ്റ്റ് വെബ് ബ്രൗസർ ക്രിയേറ്റഡ് ബൈ ടിം ബെർണേഴ്സ്ലി ഇൻ 1990s. വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചതാരാ, ടിം ബെർണേഴ്സ്ലി അല്ലേ. 1990s ടിം ബെർണേഴ്സ്ലിയാണ് WWW വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം വേൾഡ് വൈഡ് വെബ് യൂസ് ടുഡേ. ഇതൊരു ബ്രൗസറിൻ്റെ പോലെ പറഞ്ഞതാണ്. ആദ്യം യൂസ് ചെയ്തത് വേൾഡ് വൈഡ് ടിം ബെർണേഴ്സ്ലി. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നതിനേക്കാണ് കുറേ ഡിഫറെൻ്റ് ആണെന്നാണ് പറഞ്ഞത്. 1993 മൊസൈക്ക് എ വെബ് ബ്രൗസർ വാസ് റിലീസ്ഡ്. മൊസൈക്ക് എന്ന് പറയുന്ന ഒരു വെബ് ബ്രൗസർ റിലീസ് ചെയ്തിട്ടുണ്ട് അല്ല. ഇറ്റ് ഹാഡ് ദി ഫീച്ചേഴ്സ് ഓഫ് ആഡിങ് ഇമേജസ് ആൻഡ് ഇന്നോവേറ്റീവ് അപ്പോൾ ഇമേജസും ഗ്രാഫിക്കൽസും ഇൻ്റർഫേസ് എല്ലാം വരുന്നത്. ഇറ്റ് വാസ് ദി വേൾഡ് ഫസ്റ്റ് പോപ്പുലർ വെബ് ബ്രൗസർ എന്ന് പറയാം അല്ലേ. മൊസൈക്കാണ് വേൾഡ് ഫസ്റ്റ് പോപ്പുലർ വെബ് ബ്രൗസർ. ഏത് മൊസൈക്കാണ് പോലും വേൾഡ് ഫസ്റ്റ് പോപ്പുലർ വെബ് ബ്രൗസർ. ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് ഫസ്റ്റ് പോപ്പുലർ വെബ് ബ്രൗസർ ഏതാണ്, മൊസൈക്ക്, MOSAIC. ഫസ്റ്റ് WWW ടിം ബെർണേഴ്സ്ലി കണ്ടുപിടിച്ചു. പിന്നെ മൊസൈക്ക് 1993. 1994 മാക് ആൻഡ്രീസൺ, ലീഡർ ഓഫ് മൊസൈക്ക് ടീം, സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ന്യൂ വെബ് ബ്രൗസർ വിച്ച് വാസ് റിലീസ്ഡ് ആൻഡ് നെയിംഡ് ആസ് നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ. പണ്ടെല്ലാം നെറ്റ് യൂസ് ചെയ്യുന്നവർക്കെല്ലാം ഇതെല്ലാം അറിയായിരിക്കും അല്ലേ. നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ എന്ന് പറയുന്നത് പിന്നെ വന്നതാണ് നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ. ഫസ്റ്റ് വേൾഡ് വൈഡ് വെബ് ടിം ബെർണേഴ്സ്ലി കണ്ടുപിടിച്ചു. പിന്നെ മൊസൈക്ക് കണ്ടുപിടിച്ചു. ആര്, മാർക്ക് ആൻഡ്രീസൺ തന്നെ പോലും മൊസൈക്ക് ടീമിലുണ്ടായ ഒരാളാണ്. ഇത് മൊസൈക്കിൻ്റെ ഡെവലപ്മെൻറ്റിലുണ്ടായ ഒരു മാർക്ക് ആൻഡ്രീസൺ എന്ന് പറയുന്ന ആൾ നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ എന്ന് പറയുന്ന വേറൊരു വെബ് ബ്രൗസർ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് 1995 എന്ത് വന്നത്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ വാസ് ലോഞ്ച്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റ് ലോഞ്ച് ചെയ്ത ഒരു ബ്രൗസറാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ വാസ് ലോഞ്ച്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. ഇറ്റ് സൂൺ ഓവർടുക്ക് ദി മോസ്റ്റ് പോപ്പുലർ വെബ് ബ്രൗസർ. മോസ്റ്റ് പോപ്പുലർ വെബ് ബ്രൗസർ ആണെന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. ഇറ്റ് സൂൺ ഓവർടുക്ക് ആസ് ദി മെയിൻ. ഇപ്പോൾ ഫസ്റ്റ് നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ മൊസൈക്ക് കണ്ടുപിടിച്ചു, അതിനെ ഫസ്റ്റ് പോപ്പുലർ വെബ് ബ്രൗസർ എന്ന് പറയും. പിന്നെ നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ കണ്ടുപിടിച്ചു, അതിനുശേഷം ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ 6 മൈക്രോസോഫ്റ്റിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ 1995. ഈ 2002 മോസില്ല ഫയർഫോക്സ്, ഇതെല്ലാം നമുക്ക് അറിയുന്നല്ലേ. Mozilla Firefox was introduced, which was equally as component as Internet Explorer. Internet Explorer പോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു Mozilla Firefox. Apple too launched a web browser in the 2003 ആപ്പിൾ ലോഞ്ച് ചെയ്ത ഒരു വെബ് ബ്രൗസറാണ് ഇത്, സഫാരി. ദിസ് ബ്രൗസർ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ആപ്പിൾ ഡിവൈസസ് ഓൺലി ആൻഡ് നോട്ട് പോപ്പുലർ വിത്ത് അതർ ഡിവൈസസ്. അപ്പോൾ ഈ സഫാരി എന്ന് പറയുന്ന വെബ് ബ്രൗസർ ആപ്പിൾ ഡിവൈസസിൽ മാത്രമാണ് അത്രയും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അത് മോസ്റ്റ് പോപ്പുലർ അതർ ഡിവൈസസിൽ മോസ്റ്റ് പോപ്പുലർ അല്ല എന്നാണ് പറയുന്നത് സഫാരി എന്ന് പറയുന്ന വെബ് ബ്രൗസർ. നമ്മൾ മോസില്ല ഫയർഫോക്സ് ആണല്ലേ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അല്ലേ, ഗൂഗിൾ ക്രോം. Finally, in the year 2008, Google released Chrome, and within the time span of 3 years, it took over all the existing browsers and is one of the most commonly used web browsers across the world. വേൾഡിൽ ഏറ്റവും നമ്പർ 1 ബ്രൗസറായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഗൂഗിൾ ക്രോം അല്ലേ. ഫൈനലി ഇൻ ദി ഇയർ 2008 ഗൂഗിൾ എന്ത് റിലീസ് ചെയ്തു, ക്രോം എന്ന് പറയുന്ന ഒരു വെബ് ബ്രൗസർ യൂസ് ചെയ്തു. ആൻഡ് വിത്തിൻ ദി ടൈം സ്പാൻ ഓഫ് 3 years ഇറ്റ് ലുക്സ് ഓവർ ഓൾ ദി എക്സിസ്റ്റിംഗ് ബ്രൗസേഴ്സ് ആൻഡ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് വെബ് ബ്രൗസേഴ്സ് അക്രോസ് ദി വേൾഡ്.
അല്ലേ, വേൾഡിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതായി മാറി എന്തെന്ന് ഗൂഗിൾ ക്രോം. അപ്പോൾ വാട്ട് ഈസ് എ വെബ് ബ്രൗസർ ഈസ് എൻ എക്സാമ്പിൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അല്ലേ ചോദിക്കാം. സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ യൂസ്ഡ് ടു ആക്സസ് ഇൻഫോർമേഷൻ ഓൺ ദി വേൾഡ് വൈഡ് വെബ് ഈസ് കോൾഡ് വെബ് ബ്രൗസർ. ഹിസ്റ്ററി പറയാം. ആദ്യം വേൾഡ് വൈഡ് വെബ്, പിന്നെ മൊസൈക്ക്, പിന്നെ നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ, പിന്നെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, പിന്നെ മോസില്ല ഫയർഫോക്സ്, ദെൻ ഗൂഗിൾ സഫാരി, ദെൻ ഗൂഗിൾ ക്രോം. നിങ്ങൾക്ക് എക്സാമ്പിൾ ചോദിച്ചാൽ ഇതെല്ലാം എഴുതി കൂടെ. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, സഫേരി, പിന്നെ ഒപ്പേര എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഒപ്പേര, കോൺക്വർ, ലൈനക്സ്, ഇത് ലിനക്സിൻ്റെ ഇതെടുക്കാൻ വേണ്ടിയിട്ട്. മൈക്രോസോഫ്റ്റ് എഡ്ജാണ് ഇപ്പം മോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മൈക്രോസോഫ്റ്റ് എഡ്ജ്. ആ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറിൻ്റെ പോലത്തെ സിമ്പിളില്ലേ അഡ്വാൻസ്ഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രൗസർ എന്തിനാണെന്നുണ്ടെങ്കിൽ നെറ്റ് എടുക്കാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ്. ബട്ട് വെബ് ബ്രൗസർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ in this topic. Next, what is an internet? അത്രയേ ഉള്ളൂ. What is an internet? ഞാൻ ഇൻ്റർനെറ്റ് എന്ന് പറയാം. ഇൻ്റർകണക്ഷൻ ഓഫ് ഇൻ്റർനെറ്റ് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു ഇൻ്റർനെറ്റ് ഈസ് എ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയും. ഇറ്റ് ഈസ് എ ഗ്ലോബൽ communication system which links together thousands of individual networks. ഒരു മിനിറ്റ്, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം അല്ലേ. ഇത് ഒരുപാടായിട്ട് നിങ്ങൾക്ക് ബോറടിക്കേണ്ട. ഓക്കെ.